അർജുനായുള്ള രക്ഷാദൌത്യം അത് 11ാം ദിവസവും പുരോഗമിക്കുമ്പോൾ ഷിരൂരിൽ നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം. ആ തെരച്ചിൽ തുടരുകയാണ്. തിരിച്ചടികളായി വെല്ലുവിളിയായി ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ ഇപ്പോഴും അവിടെ തുടരുന്നു. ആ പ്രതിസന്ധികളിൽ പ്രധാനം കാലാവസ്ഥയും ഒപ്പം നദിയിലെ അടിയൊഴുക്കുമാണ്. നേരത്തെ ഡിഫൻസ് PRO അതുൽ പിള്ള സൂചിപ്പിച്ചതുപോലെ വളരെ എക്വിപ്ഡ് ആയിട്ടൊരു ടീം അവിടെ ഉണ്ട്. പക്ഷേ ആ ടീമിന് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത വിധത്തിലുള്ള അടിയൊഴുക്കാണ് ആ ഗംഗാവലി പുഴയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഡൈവിംഗ് സാധ്യമല്ലാതെ നിൽക്കുന്നതും. ഡൈവിംഗിൽ വിസിബിലിറ്റിയേക്കാൾ കൂടുതൽ പ്രശ്നം നിലനിൽക്കുന്നത് ഈ അടിയൊഴുക്ക് അതിരൂക്ഷമാണ് എന്നുള്ളതാണ്. ഒരു 3 നോട്ടാണ് പരമാവധി ഈ ഡൈവേഴ്സിന് സാധ്യമായിട്ടുള്ള ഒരു കറണ്ട്. പക്ഷേ അതിനുമപ്പുറത്തേക്കുള്ള ഒരു അടിയൊഴുക്ക് ആ ഗംഗാവലി പുഴയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഡൈവേഴ്സിനെ പുഴയിലേക്ക് ഇറക്കാൻ കഴിയുമെന്നുള്ളതാണ് നാവികസേന നേരിടുന്ന പ്രധാന വെല്ലുവിളി. അതുകൊണ്ട് തന്നെയാണ് ഡൈവിംഗ് സാധ്യമല്ലാതെ ഇപ്പോഴും തുടരുന്നത്. ഇനി സോണാർ പരിശോധന തുടരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം. സോണാർ പരിശോധന വഴി കൂടുതൽ മണ്ണ് വന്ന് അടിഞ്ഞിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളായിരിക്കും പരിശോധിക്കുക. എത്രമാത്രം കണ്ടെത്തിയ ഭാഗങ്ങളിൽ അതിലൊരു ഡിറ്റക്ഷൻ, അത് എത്രമാത്രം സൈസ് തന്നെ നമുക്ക് വീണ്ടും റിട്ടൈൻ ചെയ്യാൻ, വീണ്ടും നിലനിർത്താൻ കഴിയുന്നുണ്ടെന്നൊക്കെ അന്വേഷിക്കുന്നു. ഇപ്പോൾ ആ കാണുന്ന ദൃശ്യം നോക്കുക. ആ ബോട്ടുകൾക്ക് അവിടെ നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ അതിശക്തമായിട്ടുള്ള ഒഴുക്കുണ്ട് ആ ഗംഗാവലിയിൽ. അതുതന്നെയാണ് ഇപ്പോഴും നേരിടുന്ന പ്രതിസന്ധി. വലിയ തോതിൽ അവിടെ മഴ പെയ്യുന്നുണ്ട്. ഓറഞ്ച് അലേർട്ടാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഈ തെരച്ചിലിനെ വളരെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്താണെങ്കിലും കേരളത്തിലുള്ള മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ ഒപ്പം AK ശശീന്ദ്രൻ മിനിസ്റ്റർ രണ്ടുപേരും ഷിരൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഉച്ചയോടുകൂടി അവിടേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. നമ്മൾ നേരത്തെ മുഹമ്മദ് റിയാസുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉറപ്പായും പരമാവധി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തന്നെ തെരച്ചിൽ തുടരേണ്ട സാഹചര്യം അത് നിലനിർത്തുക തന്നെ ചെയ്യും. അതുതന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനമെന്നാണ് മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത്. തീർച്ചയായിട്ടും ഓരോ ഡെവലപ്മെന്റും ഞങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ട്. എല്ലാ നിലയിലും ഒരു കോർഡിനേഷനോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ചെയ്യാൻ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഇടപെട്ട് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ നിലയിൽ ഈ 15 ദിവസം എന്തൊക്കെയാണോ ചെയ്തത് ആ നിലയിൽ തന്നെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രക്ഷാദൗത്യം ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനം. അല്ല, ഇപ്പൊ നമ്മൾ ഈ തെരച്ചിൽ എന്തൊക്കെ ശ്രമം നടത്താൻ പറ്റും ആ ശ്രമമൊക്കെ നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതിന് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ സംവിധാനങ്ങളുമായി ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. ആർമി, നേവി, കർണാടക സർക്കാർ, മറ്റ് സംവിധാനം എന്തൊക്കെയാണോ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യാനാവുക അതെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ എല്ലാ ശ്രമങ്ങളും നടത്തുക, അതിൽ എല്ലാവരും യോജിപ്പിച്ച് മുന്നോട്ട് പോവുക, അതാണ് പരമപ്രധാനം. വീട്ടിൽ പോയിരുന്നു, ഇന്നലെ അവരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. അതല്ലാതെ തന്നെ ഫോണിലും അവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ കുടുംബ സുഹൃത്തുക്കളുമായും പരിസരവാസികളുമായും ഒക്കെ തുടർച്ചയായിട്ട് ഈ കഴിഞ്ഞ 15 ദിവസവും കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരുന്നിരുന്നു. വീട്ടുകാരുമായൊക്കെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് സംസ്ഥാന സർക്കാർ. അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ പ്രതീക്ഷ നൽകുന്ന ഒരു റിപ്പോർട്ടിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. നമ്മൾ ഈ രക്ഷാദൗത്യം 11ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ അത്രമാത്രം ആളുകളുടെ ഒരു പ്രയത്നം കൂടി നമ്മൾ കണക്കാക്കണം. അതിൽ സാധാരണക്കാരുണ്ട്, ഈ രക്ഷാദൗത്യത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന പ്രവർത്തകരുണ്ട്, ഈ സ്നേഹത്തിൻ്റെ വായ്പുമായി അവിടേക്ക് തിരിച്ച ഒരുപാട് സാധാരണക്കാർ, രക്ഷാദൗത്യത്തിൽ നേരിട്ട് പങ്കാളികളാകാൻ വേണ്ടി അവിടെ ഷിരൂരിലേക്ക് എത്തിയ ഒരുപാട് മലയാളികളുണ്ട്. അവരെയൊക്കെ ഈ സമയത്ത് ഓർക്കണം. അർജുൻ എന്ന ഒരുപക്ഷെ നമ്മളിൽ എത്ര പേർക്ക് അർജുനെ അറിയാം എന്നറിയില്ല. ഈ അർജുൻ്റെ സുഹൃത്ത് സംഘത്തിനും ഉറ്റവർക്കും അപ്പുറത്തേക്ക് അർജുനെ നെഞ്ചിലേക്ക് എടുക്കാൻ പാകത്തിനുള്ള ഒരു വലിയൊരു തലത്തിലേക്ക് കേരളം മാറിയത് തന്നെ ഇത് മനോഹരമായിട്ടൊരു ഉദാഹരണമായി തന്നെ എല്ലാ കാലത്തും നിലനിൽക്കുകയും ചെയ്യും. അർജുന് വേണ്ടി ഒറ്റക്കെട്ടായി അർജുന് വേണ്ടി ഒരു മനസ്സോടുകൂടി നമ്മൾ മലയാളികൾ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തടി വെള്ളത്തിൽ നിന്ന് കണ്ടെത്തിയത് നാട്ടുകാരാണത് അറിയിക്കുന്നത് എന്നാണെങ്കിലും